ജന്മജന്മാന്തരാജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാമലെ സമൃദ്ധങ്ങളായി ചമയമല്ലോ നിശ്ചയമത്രയുമല്ലോ ആകുന്നത് സ രാമചന്ദ്ര വാപ്പായാൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ രാവണവധം പ്രതിജ്ഞ ചെയ്ത് കൃതപ്രതിജ്ഞന്മാരായിരിക്കുന്ന സുഗ്രീവാദി വാനരവീരന്മാരോടും അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും കൂടി വിജയമാകുന്ന സുമുഹൂർത്തത്തിങ്കൽ യുദ്ധനിശ്ചിത ചേതസ്സായി പുറപ്പെട്ട് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തിങ്കൽ പടവീടും കെട്ടി സേനാനിവേശം ചെയ്തു വർത്തിക്കുന്ന കാലത്ത് രാക്ഷസ ചക്രവർത്തി രാവണൻ രാമസൈന്യത്തിന്റെ ശക്തി അറിയാനായിക്കൊണ്ട് ശുഖസാരണന്മാരായിരിക്കുന്ന 2 രാക്ഷസരെ നിയോഗിപ്പൂതം ചെയ്തു. തദനന്തരമാകട്ടെ നീതിജ്ഞോ ശുഖസാരണോ നിശിതരോ രക്ഷോതി രാജാജ്ഞയാ ഗത്വാ വാനരവാഹിനി പരിസരം വിജ്ഞായ തദ്വൈഭവാ ഈശൈരാശു നിപീഡിതൗ കരുണയാ രാമേണ മുക്തൗ തദാ ലങ്കാമിത്യ ച രാവണം കൃതനതി സാശങ്കമിത്യൂചതു. ശുഖസാരണോ നിശിചരോ വാനരവാഹിനി പരിസരം ഗത്വാ ശുഖസാരണന്മാരായിരിക്കുന്ന 2 രാക്ഷസര് ഈ വാനര സൈന്യത്തെ പ്രാപിച്ചു. ശുഖനെന്നും സാരണനെന്നും നാമത്തിലുള്ള 2 രാക്ഷസര് വാനര സൈന്യത്തെത്തി. ഇവരെന്താ അങ്ങോട്ട് പോകാൻ കാരണം എന്നാണെങ്കിൽ രക്ഷോധിരാജാജ്ഞയാ രാക്ഷസ രാജാവായിരിക്കുന്ന രാവണന്റെ കൽപ്പന പ്രകാരമാണ് ഇവരങ്ങോട്ട് പോയത്. എന്നാൽ രാവണൻ എന്തിനാ ഇവരങ്ങോട്ട് അയച്ചത് എന്നാണെങ്കിൽ ഹനുമാൻ ലങ്കയിലേക്ക് വന്ന് ലങ്കാദഹനം കഴിഞ്ഞ് മടങ്ങല് കഴിഞ്ഞൂന്ന്. അപ്പോ രാവണൻ എന്താ നിരീക്ഷര് ഒരു കുരങ്ങൻ തന്റെ വികൃതികളെ ഇവിടെ കാട്ടിക്കൂട്ടി സാരാക്കല്ലാന്ന് നിരീക്ഷിച്ചു. പിന്നെ കേട്ടു വിഭീഷണന്റെ അഭിഷേകം കഴിഞ്ഞൂന്ന്. അപ്പോഴും രാവണൻ ഗമനിച്ചില്ല. പിന്നെ കേട്ടു സേതു ബന്ധിച്ചൂന്ന്. അപ്പോഴും രാവണൻ ഒരു കുലുക്കും ഉണ്ടായില്ല, മുറുക്ക തന്നെ ഇരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ കേട്ടു രാമൻ കുറെ കുരങ്ങന്മാരെയും കൂട്ടി ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തിങ്കൽ പടവീടും കെട്ടി വർത്തിക്കാൻ തുടങ്ങീന്ന്. അപ്പൊ രാമൻ ഒന്നളകി. എന്താ അത്? വിചാരിച്ചത്ര നിസാരക്കാരനല്ല രാമൻ. ഇനി എന്താ മാർഗം? രാമന്റെയും സൈന്യത്തിന്റെയും ശക്തി അറിയാം. അറിഞ്ഞാൽ യുദ്ധം ജയിക്കാൻ എളുപ്പുണ്ട്. ഇവിടെ രാവണന് ചോദിക്കാൻ പറ്റുമോ? രാമാ രാമാ രാമനോടാ രാമന്റെയും ഈ കുരങ്ങന്മാരുടെയും ശക്തി ഒന്ന് പറഞ്ഞുതരോ? ഇങ്ങനെ ചോദിക്കാൻ നിവർത്തിയില്ല. ചോദിച്ചാലും പറയണമെന്നില്ല രാമൻ. ഇനി എന്താ മാർഗം? ചാരന്മാരെ അയക്കാം. അവരാകുമ്പോൾ രഹസ്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞു വരും. അതിന് പാരയാ പറ്റുക?
തനിക്ക് പറ്റുമോ? തന്നോടാണേ. തനിക്ക് പറ്റുമോ? താൻ ഇവിടെ ഉണ്ടോ? ഞാൻ കണ്ടില്ലാന്ന്. താനാവുമ്പോ കേമാവും. ഒരു ചാരന്റെ ചായയൊക്കെ ഉണ്ട് തനിക്ക്. ഇതൊക്കെ പിന്നെ ചാരാവാ ഉള്ളതാ. ഇങ്ങനെ ചോദിക്കേണ്ടി വന്നില്ല രാവണന്. അതെന്താ അത്? ശുഗസാരണോ? ശുഗനും സാരണനും ഇവ രണ്ട് കേമന്മാരായ രാക്ഷസന്മാരാ. അനേകം രാക്ഷസന്മാരുണ്ട് സൈന്യത്തിൽ. ഒന്നവിടെ ഒന്നിവിടെ. പക്ഷെ കൂട്ടത്തിൽ കേമത്തം ഇവർക്കാ. അതെന്താ അത്? നീതിജ്ഞോ. അവര് നീതിവാൻ തന്നെ. രാവണൻ അവരെ വിളിപ്പിച്ചു. കൽപ്പന കേൾക്കേണ്ട താമസം അവരോടി വന്നു. എന്താണ് തൊഴുതു. അല്ലേ ശുഗസാരണന്മാര്, നിങ്ങൾ ചെന്ന് രാമന്റെയും സൈന്യത്തിന്റെയും ശക്തി അറിഞ്ഞു വരൂ. കൽപ്പന കേട്ടതും അവർ പുറത്തേക്ക് വന്നു. അപ്പൊ ശുഗന്റെ മനസ്സിലൊരു കാര്യം തോന്നി. സാരണം വന്നാ അവനും സമ്മാനം കൊടുക്കേണ്ടി വരും. ഈ സമ്മാനത്തിനാണല്ലോ പലരും പല പ്രവൃത്തിയും ചെയ്യണത്. ചിലപ്പോ കാര്യം നടന്നാൽ സ്വാമി സമ്മാനം തരും. ഇനി സാരണം വന്നാ അവനും കൊടുക്കണം. ഇനി എന്താ മാർഗം? സാരണ സാരണ. എന്താ ശുഗ? ഞാൻ പോകാം. താനിങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല. എന്നാ ഞാൻ പോകാം. സാരണന്റെ മനസ്സിലെന്താ ആഗ്രഹം? സാരണം പറഞ്ഞു, വേണ്ട 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 വേണ്ട. കുരങ്ങന്മാരുടെ ഇടയിലേക്കല്ലേ ഒരാള് പോയാൽ മതി. അത് ഞാനാവാം. താൻ ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ പോകാം. വേണ്ട വേണ്ട ഞാൻ പോകാം. വേണ്ട 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 ഞാൻ പോകാം. അങ്ങനെ അവരടിയായി. അവസാനം ശുഗൻ എഴിലാമാളികളുടെ മുകളിൽ കയറി വാനര സൈന്യത്തെ നിരീക്ഷിക്കാൻ തിരിച്ചാക്കി. നോക്കിയപ്പോ എന്താ കഥ? എത്ര തരം കുരങ്ങന്മാരായിരിക്കണത്. വാലുള്ളത്, വാലില്ലാത്തത്, കരിങ്കൊരങ്ങ്, കുട്ടിക്കൊരങ്ങ്. ഇതൊക്കെ കണ്ട് ശുഗൻ താഴേക്കിറങ്ങി ആകെ പേടിച്ചിരുന്നു. സാരണ സാരണ. എന്താ ശുഗ? താൻ പൊയ്ക്കോളൂ. എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്നാ താൻ പൊയ്ക്കോളൂ. അപ്പോ സാരണനൊരു പന്തിയിലായി തോന്നി. സാരണനും മാളികയുടെ മുകളിൽ കയറി നോക്കിയതേ ഉള്ളൂ. സാരണൻ താഴേക്ക് ഇറങ്ങി. ശുഗ ശുഗ, കാര്യം നടന്നാൽ സ്വാമി സമ്മാനം തരും. അതിപ്പോ തനിക്ക് ഇരിക്കട്ടെ. താൻ പൊയ്ക്കോളൂ. താൻ പൊയ്ക്കോളൂ. അത് വേണ്ടത്. താൻ പൊയ്ക്കോളൂ. ആദ്യം ഞാൻ എന്ന് പറഞ്ഞവര് അവസാനം താണ്ടാന്ന് പറയാൻ തുടങ്ങി. അവസാനം രണ്ടുപേരും പോവാന്ന് തീർച്ചയാക്കി. ശുഗൻ, നമ്മളിപ്പോ എങ്ങോട്ടാ പോണത്? സാരണൻ, എന്താ ശുഗ സംശയം? കുരങ്ങന്മാരുടെ ഇടയിലേക്ക്. അതല്ലടോ, നമ്മൾ രണ്ട് രാക്ഷസര് ഈ വാനരന്മാരുടെ ഇടയിലേക്ക് ചെന്നാൽ അവര് ചിലപ്പോ അടിക്കും, ഇടിക്കും, മാന്തും. അതുകൊണ്ട് വേഷം മാറി പോവാം. ശുഗ, എന്നാ രണ്ടാനയാവാം. സാരണ, ആനയായിട്ട് അങ്ങോട്ട് ചെന്നാ മതി. കുരങ്ങന്മാര് പറയും ആന ആന. ഇശികാലായി ആനപ്പുറത്ത് കയറിയിട്ട് അങ്ങനെ നമ്മുടെ പുറത്തും കയറും. കൽപ്പനയുണ്ടാവും. അങ്ങോട്ട് നടയാനേ, ഇങ്ങോട്ട് നടയാനേ, അങ്ങോട്ട് നടയാനേ, ഇങ്ങോട്ട് നടയാനേ. ശുഗ, എന്നാ രണ്ട് കുതിരയാവാം. വെള്ള കുതിര. സാരണ, ആനയായ നടത്തവും കുതിരക്ക് ചിലപ്പോ ഓടലാവും. ശുഗ, എന്നാ കൊതുകായാലോ? സാരണ, താൻ എന്തായി പറയണത്? ശുഗ, സുഖാണ്. കുരങ്ങന്മാരുടെ ചോരയും കുടിക്കാം, ശക്തിയും അറിയാം. സാരണ, ഒരടിക്ക് നമ്മളുടെ കഥയും കഴിയും. അതുകൊണ്ട് നമുക്ക് വാനര വേഷത്തിൽ തന്നെ പോകാം. ശുഗന് വേഷം മാറേണ്ട ആവശ്യമൊന്നുമില്ല. സാരണനൊരു വാലിൻ്റെ കൂടെ ഓർമ്മയുള്ളൂ. അങ്ങനെ ഒരു വാനരവേഷം ധരിച്ച് വാനരവാഹിനി പരിസരം വാനരന്മാരുടെ ഇടയിലേക്ക് എത്തി. അപ്പൊ അവിടെ ഒരു ആജ്ഞ ഉണ്ടായി. ഈ വാനരന്മാരാരും ഇരുന്നിടത്തുനിന്ന് ഇളകരുത്. ഇത് വേഷം ധരിച്ച് ഇവർക്കറിയോ? ഇവര് നടക്കാൻ തുടങ്ങി. ആരത് ആരത് അവിടെ നടക്കാൻ
നടക്കുന്നത്? സാറിന തെറ്റ് നമ്മുടെ ഭാഗത്താ. കുരങ്ങന്മാർ ചാടാണ് പതിവ്. ഇവര് ചാടാൻ തുടങ്ങി. അവിടെ ഇരിക്കങ്ങട്. സാറിന നമ്മൾ എന്തായാലും പെട്ടു. കുറച്ചു പേര് ചെന്ന് അവരെ പിടിച്ചു. നിങ്ങൾ എന്താ ആദ്യം ധിക്കരിച്ചത്? നിങ്ങളെ മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത് ഞങ്ങള് ശരി, നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ പെട്ടവരാ? പാനസൻ, നീലൻ, സുഷേണൻ. അത് പിന്നെ ഞങ്ങള് പന എന്ത്? നിങ്ങൾ പനയോ? ഓ, പാനസന്റെയോ? ഇവിടെ പനസ. നീ എന്താ ഇവരെങ്ങനെ അഴിച്ചു വിട്ടിക്കുന്നത്? പാനസൻ, ഇവരെന്റെ കൂട്ടത്തിൽ പെട്ടവരല്ല. ഇവരെ ഞാൻ കണ്ടിട്ടും കൂടിയില്ല. ഇത് കേട്ടതും കുരങ്ങന്മാര് തുടങ്ങി പ്രഹരം. കീശൈരാശുനിപീഡിതോ, കീശേനും രാശുനുമൊക്കെ പ്രഹരം. ഭഗവാൻ ഇത് കേട്ടു. സുഗ്രീവ, അവിടെ എന്താ ബഹളം? ഒന്ന് ചെന്ന് നോക്കൂ. സുഗ്രീവൻ ചെന്ന് നോക്കിയപ്പോ കുരങ്ങന്മാരുടെ അടിയും സുഖസാരണന്മാരുടെ നിലവിളിയും. അവർ ഭഗവാന്റെ മുന്നിലെത്തി തൊഴുതു നിർത്തി. നിങ്ങൾ എന്താ? നിങ്ങളെ മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എന്താ ആജ്ഞ ധിക്കരിച്ചത്? ഞങ്ങള് വാനരൻ. എന്താ നിങ്ങൾ വാനരന്മാരല്ലേ? അല്ല, ഞാൻ സാരണൻ, ഇയാള് ശുഗൻ. ഞങ്ങള് രാവണ സൈന്യത്തിലെ 2 വാനരന്മാരാ. ഇവിടുത്തെ ശക്തി അറിയാനായി വന്നതാ. അപ്പോഴത്തേക്കും വിഭീഷണനും ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ, ഓ നന്നായി, ശക്തിയൊക്കെ അറിഞ്ഞോ? അതോ ഇനിയും അറിയണോ? അയ്യോ വേണ്ടേ. സുഗ്രീവ, ഇവർക്ക് എന്താ അറിയേണ്ടത്? അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ഉപദ്രവിക്കാതെ ലങ്കയിലേക്ക് മടക്കിയേക്കും വേണം. അങ്ങനെ കരുണയ രാമേണ മുക്തൗ തഥാ ലങ്കാമിത്യച രാവണം കൃതനതി സാശങ്കമിത്യോചതു. അങ്ങനെ ഭഗവാന്റെ കരുണാഹേതുവായിട്ട് അവർ ലങ്കയിലെത്തി. രാവണനെ വന്ദിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ശങ്കയോടെ ധരിപ്പിക്കുകയും ചെയ്തു. ആ സമയത്തിങ്കൽ ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ സുഖസാരണന്മാർ വന്നുപോയതിനു ശേഷം യുദ്ധവും പ്രതീക്ഷിച്ച് ആയവടെ വർത്തിക്കൂതം ചെയ്തു. അവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ.